നമസ്കാരം. കേരളത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66-ൽ അവകാശവാദങ്ങളുടെ കൊടികുത്തുന്നതിന് പകരം വിണ്ടുകീറുന്ന പാതയ്ക്കും അടർന്നു വീഴുന്ന മണ്ണിന്റെയും കാരണക്കാരെ തിരയുകയാണ് ഇപ്പോൾ പൊതുജനം. തലപ്പാടി മുതൽ കളിയിക്കാവിള വരെ 665 കിലോമീറ്ററാണ് കേരളത്തിൽ ദേശീയപാത 66ന്റെ ദൈർഘ്യം. 6.5 മണിക്കൂറിന്റെ യാത്രയിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാമെന്ന വാഗ്ദാനത്തെ വികസന മാതൃകയായി കാണുമ്പോൾ തന്നെ നമ്മുടെ ദേശീയപാത നിർമ്മാണം ശാസ്ത്രീയമാണോ എന്ന ആശങ്കയോടുള്ള സംശയവും നാട്ടുകാർക്ക് ഇപ്പോഴുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമേറെയാണ്. വികസനം എന്നതല്ല, ആയുസ്സും ആരോഗ്യവുമുള്ള നിരത്തുകൾ ഉറപ്പുവരുത്താൻ ഇനി എന്ത് വേണം എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ന്യൂസ് ഈവനിംഗ് ഈ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ ഈ വൈകുന്നേരം നമ്മളോടൊപ്പം റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ ചേരുന്നു. BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ PR ശിവശങ്കർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പൻ എന്നിവരാണ് ഉള്ളത്. ശ്രീ ഉപേന്ദ്രനാരായണൻ, എനിക്ക് തോന്നുന്നു ഈ ദേശീയപാത നിർമ്മാണം അതിൻ്റെ ശാസ്ത്രീയത സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഒരു അപായ നിരത്തായി മാറുമോ, അല്ലെങ്കിൽ മഴക്കാലം ഉണ്ടാകുമ്പോൾ അപകടം വിളിച്ചു വരുത്തുന്ന നിരത്തായി മാറുമോ എന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആരുടെ നേട്ടമാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഇത് എത്ര കാലം കേടുകൂടാതെ നിലനിൽക്കും, ഇതിലെങ്ങനെ സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാരാണെങ്കിലും ദേശീയ NHAI ആണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണെങ്കിലും. ഇതിൻ്റെ നിർമ്മാണത്തിൽ ഘട്ടങ്ങളിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഇപ്പോഴുണ്ട്. മാത്രമല്ല, പല വിദഗ്ധരും ഈ മേഖല സന്ദർശിച്ച് പഠിക്കുമ്പോൾ അവിടെ വേണ്ടത്ര സോയിൽ നെയിലിംഗ് അടക്കം പല സാങ്കേതിക കാര്യങ്ങളിലും പല പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. താങ്കൾ ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ താങ്കളെപ്പോലെ ഒരു വിദഗ്ധന് കഴിഞ്ഞിട്ടുണ്ടോ? അത് ക്ഷണിച്ചു വരുത്തിയേക്കാവുന്ന അപകടത്തെക്കുറിച്ച് എങ്ങനെയാണ് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത്? അതെ, ഞാൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ബോധവാനാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ നോഹോ കളക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 6.5 മണിക്കൂർ കൊണ്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പോകാം എന്നൊരു നമുക്കൊരു പ്രോമിസ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ NHAയും അവരുടെ കോൺട്രാക്ടേഴ്സും തന്നിട്ടാണ് ടോൾ പിരിക്കാനുള്ള അനുവാദം സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ റോഡ് ശാസ്ത്രീയമായി പണിയാത്തത് മൂലം ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് സ്പെസിഫിക്കേഷൻ്റെ 1% പോലും അത് മീറ്റ് ചെയ്യുന്നില്ല ഉള്ളതും. ആദ്യത്തെ മഴയിൽ തന്നെ റോഡെല്ലാം പൊളിഞ്ഞു, പലയിടത്തും വിണ്ടുകീറി, പല സ്ട്രെച്ചിലും വിണ്ടുകീറിയത് മൂലം സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം നിലനിൽക്കുകയാണ്, നഗ്ന സത്യവുമാണ്. കൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, നമ്മളുടെ കൊച്ചു സ്റ്റേറ്റായ കേരളത്തിന് 1.5 കോടി വാഹനങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 20% കണ്ട് അന്യസംസ്ഥാന വാഹനങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്. അത് ചരക്ക് വാഹനങ്ങളായാലും ടൂറിസ്റ്റുകളായാലും ശബരിമല സീസണിലെ അധികമായിട്ടുള്ള പാസഞ്ചർ കാർ യൂണിറ്റിൻ്റെ എൻഹാൻസ്മെൻ്റ് ആയാലും ഒക്കെ തന്നെ അത്രയും വാഹനങ്ങൾ താങ്ങാൻ പറ്റുന്ന റോഡുകൾ ഇന്ന് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ദേശീയപാത അതോറിറ്റി ഇങ്ങനെ BOT കമ്പനികൾ അല്ലെങ്കിൽ ഇങ്ങനെ കോൺട്രാക്ടേഴ്സിന് 17 കൊല്ലം ദൈർഘ്യമായിട്ട് നിങ്ങൾ റോഡ് നിർമ്മിക്കുക, ഡിസൈൻ ചെയ്യുക, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു എഞ്ചിനീയറെ നിങ്ങളുടെ കൂടെ നിർത്തുക, എന്നിട്ട് ടോൾ പിരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ടോൾ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് ആദ്യത്തെ കരിമ്പട്ടിയിൽ വീണത് മണ്ണുത്തി ഇടപ്പള്ളി 65 കിലോമീറ്റർ ദേശീയപാതയാണ്. അത് 2010 തുടങ്ങിയ ടോൾ പിരിവ് 2025 പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇന്ന് തൃശ്ശൂർന്ന് നമുക്ക് ഇടപ്പള്ളി വരെ എത്തണമെങ്കിൽ 3 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അത്രയും കരാർ പ്രകാരം 2014 തീരേണ്ട പണിയാണ് 2025 തീരാതെ നമ്മളിൽ നിന്ന് ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണൂത്തി പാതയിൽ, അല്ലേ? അതെ അതെ, അതാണ് നമ്മൾക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഈ ടോൾ കമ്പനികൾക്ക് വലിയൊരു അധികാരം കൊടുത്തേക്കാണ് ദേശീയപാത അതോറിറ്റി. ദേശീയപാത അതോറിറ്റി ലാൻഡ് അക്വയർ ചെയ്ത് കൊടുക്കുക,
എന്നിട്ട് വർക്ക് അവാർഡ് കിട്ടുന്ന കോൺട്രാക്ടർ അവരുടെ ഡിസൈൻ DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അവർ തന്നെ ഉണ്ടാക്കുക, അവർ തന്നെ അത് കൺസ്ട്രക്ട് ചെയ്യുക, അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ലാഭേച്ഛ, ഏറ്റവും കൂടുതൽ ലാഭം അവർക്ക് കിട്ടാവുന്ന രീതിയിലാണ് ടോൾ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ എന്താ പറയുക, ആർത്തിപ്പണ്ടാരങ്ങൾ എന്ന് മച്ച മലയാളത്തിൽ പറയാവുന്ന മാതിരി അവർക്ക് കൊള്ള ലാഭത്തിന് വേണ്ടി കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 100 കോടി രൂപ അനുവദിച്ചാൽ അത് 50 കോടിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുക്കും. അതിൽ കോൺട്രാക്ടർ 15 കോടിയോളം ലാഭം എടുത്തിട്ട് ബാക്കി 35 കോടി മാത്രമാണ് റോഡിൽ വീഴുന്നത്. അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. കരിങ്കൽ ബേസ്മെൻറ്റ്, അതായത് നമ്മൾ സബ് ബേസ് എന്ന് പറയുന്ന അടിയിൽ 60 സെൻറ്റിമീറ്റർ താഴേക്ക് കരിങ്കൽ പാകി അതിന് മുകളിൽ റോക്ക് സബ് ബേസ് ഉണ്ടാക്കിയിട്ട് വേണം ഈ പറഞ്ഞ മൂരിയാട്, കൂരിയാട് സ്ഥലങ്ങളിലൊക്കെ വെറ്റ് ലാൻഡിലൂടെ ഞാൻ ആളുകൾക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി പോകും. ഒരു ചോദ്യം ചോദിച്ചിട്ട്, അതായത് ഇപ്പോൾ ഈ ദേശീയപാത വരുന്ന സമയത്ത് അത് വലിയൊരു വികസന നേട്ടമായി കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിച്ചു, സംസ്ഥാന സർക്കാർ ഇത് ഞങ്ങളുടെ നേട്ടമാണെന്ന് അവകാശവാദം ഉന്നയിച്ചു. അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ പല തർക്കിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ, അതായത് ലാൻഡ് അക്വിസിഷൻ എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? യഥാർത്ഥത്തിൽ അത് NHAI ഒരു കരാർ കമ്പനി ഏൽപ്പിക്കുന്നു. ആ കമ്പനിയുടെ കരാർ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് അത് നിർമ്മാണം പൂർത്തിയാക്കുന്നു. അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ അതിലൊരു സൂപ്പർവിഷൻ ആവശ്യമാണല്ലോ. കാരണം ഇത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കില്ലേ? ലാൻഡ് അക്വിസിഷൻ, ഭൂമി ഏറ്റെടുക്കൽ എന്നതിനപ്പുറം. അതെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാനുള്ള സ്കോപ്പ് ഇതിനകത്ത് ഇല്ല. കാര്യം സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെൻ്റ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഗവൺമെൻറ് ഓഫ് കേരള കൊടുക്കേണ്ടത്. അത് ഭംഗിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ ഡൽഹിയിൽ പോയി ചർച്ച നടത്തി. ഇന്ന് ബഹുമാനപ്പെട്ട PWD മന്ത്രി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുള്ളതായിട്ട് ഞാൻ വിവരങ്ങൾ അറിഞ്ഞു. സ്റ്റേറ്റിന് ഇതിനകത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ്സേ ഉള്ളൂ. കാരണം ഇത് ദേശീയപാത അതോറിറ്റിയുടെ ഓണർഷിപ്പിൽ കേരളത്തിലെ ദേശീയപാതകൾ 2000-ൽ മാറിയതിന് ശേഷം സ്റ്റേറ്റിലെ കാലാവസ്ഥയെപ്പറ്റി ഒന്നും അറിയാത്ത, മഴയെപ്പറ്റി പഠിക്കാതെ അറിയാത്ത കുറേ കോൺട്രാക്ടർമാർ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന് കേരളത്തിലെ റോഡുകളെല്ലാം താറുമാറായി. ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്വപ്നം കണ്ട ദേശീയപാതകളല്ല ഇനി വരാൻ പോകുന്നത്. അപകടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വരും. കാരണം സ്പെസിഫിക്കേഷൻ അനുസരിച്ചല്ല റോഡുകൾ പണിയുന്നത്. ഇത് ആക്സസ് കൺട്രോൾഡ് ഹൈവേ ആണ്. ആ ആക്സസ് കൺട്രോൾഡ് ഹൈവേയിൽ ഒരു അപകടം ഉണ്ടായാൽ പുറത്തുനിന്ന് ആർക്കും അതിലേക്ക് എത്തി നോക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അതിനുവേണ്ടി റൂട്ട് പെട്രോളിംഗ് സിസ്റ്റം എൻ്റയർ സ്ട്രെച്ചിൽ വേണ്ടതാണ്. ഈ 650 കിലോമീറ്ററിലും ആംബുലൻസും റിക്കവറി ക്രെയിനും റൂട്ട് പെട്രോൾ ഓഫീസേഴ്സും ഒക്കെ വേണ്ടതാണ്. അത് ഈ മണ്ണുത്തി പാതയിൽ ആദ്യം ഉണ്ടായിരുന്നു. ടോൾ പിരി തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് നിർത്തി. അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി, വെള്ളത്തിൽ വരച്ച വരയായിപ്പോയി. ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു പാരയായിട്ട് ഈ പറഞ്ഞ ദേശീയപാതയും അതിൻ്റെ കോൺട്രാക്ടേഴ്സും മാറും. ഇവരെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. ടോള് പിരിച്ചുകൊണ്ടിരിക്കും. നാം ഇപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ് കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പെട്രോൾ സെസ്സായിട്ടും മറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുമൂലം നമ്മുടെ സുഗമമായ യാത്ര, സുരക്ഷിതമായ യാത്രയെല്ലാം അവതാളത്തിലാകും. എനിക്ക് അനേകം വലിയ ഭീതിയുണ്ട്. ശരി, ശ്രീ ഉപേന്ദ്രനാരായണൻ, നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ അതിന്റെ അപകട സാധ്യതകൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ മറികടക്കേണ്ടത്, എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഞാൻ താങ്കളിലേക്ക് വരാം. BJPയുടെ പ്രതിനിധി ശ്രീ PR ശിവശങ്കർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ PR ശിവശങ്കർ, മുൻപ് നമ്മൾ ഇതേ വിഷയത്തിൽ ഇരുന്നിട്ടുള്ളതാണ്. താങ്കൾ അന്ന് ഈ കോൺട്രാക്റ്റിലെ കാര്യങ്ങൾ ഒക്കെ താങ്കൾ അന്ന്, അല്ലെങ്കിൽ എഗ്രിമെന്റിലെ കാര്യങ്ങളൊക്കെ താങ്കൾ അന്ന് വിശദീകരിച്ചതുമാണ്. ഇപ്പോൾ ഈ പല വിദഗ്ധരും ആ മേഖല സന്ദർശിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ, അവർ നടത്തിയ പരിശോധനകളിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതായത് വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത ഖനമുള്ള, വ്യത്യസ്ത സ്വഭാവമുള്ള മണ്ണാണ് കേരളത്തിനുള്ളത്. അതിൻ്റെ ഘടന മനസ്സിലാക്കാതെ സോയിൽ നെയിലിംഗ് പോലെയുള്ള സാങ്കേതിക വിദ്യ നടത്തിയത് വലിയ വീഴ്ചകൾക്ക് കാരണമായി എന്നതാണ്. അതുപോലെ തന്നെ ഈ സോയിൽ നെയിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോഴുള്ള അടിസ്ഥാന
നിയമങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് ഒരു ഭൂപ്രകൃതിയിൽ ഇതുപോലെ കുന്നിടിച്ചും മലയിടിച്ചുമൊക്കെ അവിടെ ദേശീയപാത നിർമ്മിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നിയമങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ദേശീയപാത ഇടിഞ്ഞു വീണതിന് കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനിയും അതിശക്തമായ മഴയുണ്ടായാൽ അല്ലെങ്കിൽ തുടർച്ചയായ മഴയുണ്ടായാൽ ഇടിഞ്ഞു വീഴാവുന്ന ഏത് നിമിഷവും അങ്ങനെ സംഭവിച്ചേക്കാവുന്ന അപകടമുണ്ടായേക്കാവുന്ന പാതകളായി ദേശീയപാതകൾ മാറുന്നു എന്നതാണ്. ഇപ്പോൾ സർക്കാരും NHAയും അതുപോലെ തന്നെ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ പോലും അതിലൊരു സൂപ്പർവൈസറി എഞ്ചിനീയർ ഉണ്ട്. ആ എഞ്ചിനീയറെ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ആ എഞ്ചിനീയറിനെതിരെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഈ കമ്പനിക്ക് കേന്ദ്രത്തോട് പറയുകയും ആ എഞ്ചിനീയറെ നീക്കാൻ പോലും പറ്റുന്ന തരത്തിലുള്ള ചില വ്യവസ്ഥകൾ ഈ കരാറിൽ ഉള്ളത് പോലും അപകടകരമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വീഴ്ചകൾ ഈ കണ്ടതിലും കൂടുതലല്ലേ? ഗോപികൃഷ്ണയ്ക്ക് അവസാനം പറഞ്ഞ ആ എഞ്ചിനീയറുടെ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? എനിക്കത് ക്ലിയർ ആയില്ല. അതായത് ഒരു സൂപ്പർവൈസറി എഞ്ചിനീയർ ഈ കാര്യങ്ങളിലുണ്ട്. അതായത് അല്ലല്ല, ഒരു എഞ്ചിനീയർ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും ഇതിനെ സൂപ്പർവൈസ് ചെയ്യാനും. അതേസമയം തന്നെ ഈ സൂപ്പർവൈസറി എഞ്ചിനീയറെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുന്നത് ഈ കരാർ കമ്പനിയാണ്. അതായത് കരാർ കമ്പനിക്ക് എഞ്ചിനീയറെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും തുടർന്ന് എഞ്ചിനീയർക്കെതിരെ നടപടിയെടുക്കാനും കഴിവുള്ള അതിന്റെ പവർ റെസ്റ്റ് ചെയ്യുന്നത് ഈ കരാർ കമ്പനിയിലാണ്. കരാർ വ്യവസ്ഥകൾ പ്രകാരം അതും മറ്റൊരു അപകടമാണ് എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ എൻ്റെ അറിവുകേട് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. എനിക്ക് അവസാനം പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അത്തരം വ്യവസ്ഥ കേൾക്കുന്നത്. അത് കരാർ കമ്പനിക്ക് തന്നെ NHAയുടെ ഉദ്യോഗസ്ഥനെ, അതായത് അദ്ദേഹം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് എംപ്ലോയി ആണോ അതെയോ ടെമ്പററി കോൺട്രാക്ട് ബേസ് ആണോ, അത്തരത്തിലുള്ള കാര്യം എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ബാക്കി വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിനെക്കുറിച്ച് തുടങ്ങുമ്പോൾ ഗോപികൃഷ്ണൻ്റെ 2 കമൻറ്റിനെ കുറിച്ചും പറയാൻ എനിക്കൊരല്പം സമയം തന്നാൽ ഞാൻ ആ ഡീറ്റെയിലേക്ക് കൊണ്ടുവരാം. 2 കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അറിയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ കൺസ്ട്രക്ഷനിലുണ്ടായിരുന്ന അപാകത കൊണ്ട് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ സാമ്പത്തികമായ നഷ്ടം സംഭവിക്കില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇത് റോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള 40% പിന്നെ ഉള്ള 60% പേയ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ. അതും തന്നെ അതിന് ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷം 5 വർഷത്തേക്ക് കൂടി ഗ്യാരണ്ടി പീരീഡ് ഉണ്ട് ഈ നാഷണൽ ഹൈവേയിൽ എന്നാണ് ഞാൻ അതിൻ്റെ എഗ്രിമെൻറ്റ് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലെ മാത്രമല്ല എല്ലാ ഹൈവേയിലും അത് തന്നെയാണെന്നാണ് ഞാൻ ടെൻഡർ ഡോക്യുമെൻ്റ് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്താൽ പോലും, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോലും സംസ്ഥാനത്തിനോ കേന്ദ്ര സർക്കാരിനോ ഇതിൻ്റെ ഇത് ഇല്ല. 2, ഇതുകൊണ്ട് ഉണ്ടാകുന്ന സമയനഷ്ടം അത് തീർച്ചയായും നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഗഡ്കരിയുമായി സംസാരിച്ചപ്പോൾ ആ സമയത്ത് തന്നെ 2006 തന്നെ അല്ലെങ്കിൽ 1 വർഷത്തിനകം തീരും എന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ പുതിയ ടെക്നോളജിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം റെയിൽവേ ലൈനെല്ലാം 2 ദിവസം കൊണ്ടും 48ഉം 72 മണിക്കൂർ കൊണ്ടൊക്കെ ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്ന ടെക്നോളജി എല്ലാം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സിസ്റ്റം വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് നടന്നേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാമ്പത്തിക നഷ്ടമില്ല, മറ്റുള്ള സമയനഷ്ടമാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും നേരത്തെ ഉപേന്ദ്രനാഥൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ DPRൽ നൽകിയിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും അല്ലെങ്കിൽ എല്ലാ നിയമപരമായ വശങ്ങളും നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത്തരം നിയമവ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അവിടെ ഇത്രയും ഈ പറയുന്ന കുന്ന് ഇടിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ, അത്തരം നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത്തരം നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ടോ, DPRൽ അതുകൂടി വെച്ചിട്ടാണോ ടെൻഡർ കൊടുത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തു കൂടി പോകുന്ന ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് അവിടെ താഴത്ത് കളിമണ്ണാണെന്നും അവിടെ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് എത്രത്തോളം രീതിയിലുള്ള അവിടെ കൺസ്ട്രക്ഷൻ ബേസ്മെൻറ്റ് വേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും, എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ DPRൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും. അതെല്ലാം ഈ കമ്പനി ചെയ്തിട്ടില്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്ന് ഒരു സംശയത്തിന് ഇടവരാത്ത വിധം ഗഡ്കരിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ചെയർമാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അഴിമതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഈ സംസ്ഥാനത്തെ നാഷണൽ ഹൈവേക്ക് ഉണ്ടെങ്കിൽ
ദയവായി ഇതിൻ്റെ ചർച്ച ചെയ്യുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ഒരുപക്ഷെ ഈ രാജ്യത്തെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളുകാരായിരിക്കാം നമ്മളെല്ലാവരും. സ്റ്റേറ്റ് നാഷണൽ ഹൈവേ വഴി ഞാനും യാത്ര ചെയ്തിട്ടുണ്ട് ധാരാളം. ഇന്ത്യയിലേക്ക് എല്ലാ റോഡിലൂടെയും യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാകും, ഇന്ത്യയിലെ റോഡുകൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ അതിൻ്റെ കൺസ്ട്രക്ഷനിലും അതിൻ്റെ ടെക്നോളജിയിലും അതിൻ്റെ പരിപാലനത്തിലും ഇന്ന് മറ്റെല്ലാ രാജ്യങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം നിൽക്കാവുന്ന സ്റ്റാൻഡേർഡും ഒരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയും എല്ലാം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സംസ്ഥാനത്ത് മാത്രം അഴിമതി നടക്കുവാൻ, പ്രത്യേകിച്ച് ഇത്രയേറെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമുള്ള സംസ്ഥാനത്ത് വന്ന് അഴിമതി നടത്താൻ അത്ര മണ്ടന്മാരല്ല ഈ രാജ്യം ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അഴിമതി നടന്നതല്ല, പക്ഷേ അവിടെ കൺസ്ട്രക്ഷനിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഒരു പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു 30%, 20 to 30% വരെ ലാഭം കിട്ടിയിരിക്കുന്നു സമയത്ത് ഈ നാഷണൽ ഹൈവേയുടെ ഒരു ബ്ലോക്ക് ഇല്ലാത്ത, ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റ് പ്രോൺ അല്ലാത്ത, ആക്സിഡൻറ്റിൻ്റെ എണ്ണവും നാഷണൽ ഹൈവേ കുറഞ്ഞിട്ടുണ്ട്. ഉപേജന അത് പറഞ്ഞ കണക്ക് ശരിയല്ല. ഇത്തരത്തിലുള്ള പാസേജ് ഇല്ലാത്ത നാഷണൽ ഹൈവേ ആകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സ്പീഡും കൂടിയിട്ടുണ്ട്, അപകട നിരക്കും കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം നാഷണൽ ഹൈവേയിൽ ദേശീയ തലത്തിൽ തന്നെ കൺസ്ട്രക്ഷനിൽ അപാകതകളില്ല, വേഗത കൂടിയിട്ടുണ്ട്, കൂടുതൽ ഗുണകരമായ യാത്രയ്ക്ക് ആയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രത്യേക ഭാഗത്ത്, മലപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ കമ്പനി മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെ നാഷണൽ ഹൈവേക്കുള്ള തെറ്റായി കാണരുത്. ആ കമ്പനിയുടെ കൺസ്ട്രക്ഷനിലുള്ള അപാകതയോ അല്ലെങ്കിൽ ആ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ പറ്റിയ വീഴ്ചയോ, DPRൽ തന്നെ അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കേണ്ട ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു രീതിയെക്കുറിച്ച് DPRൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ പറ്റിയ തെറ്റോ എന്നുള്ളത് മനസ്സിലാക്കി അത്തരം DPRൽ തന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവിടെ വെള്ളത്തിന് ഉള്ള വഴികളിട്ട് മറ്റേ പാലം വയോഡക്റ്റ് വഴി ഉണ്ടാക്കണോ എന്നുള്ളതെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും അവിടെ അപാകതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ആരാണ് ഉത്തരവാദി, ആരാണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് പക്ഷേ നാഷണൽ ഹൈവേ മുഴുവൻ തെറ്റാണ്, അതിനുള്ള രീതി തെറ്റാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഴുവൻ താങ്കൾ നേരത്തെ പറഞ്ഞത് ഈ എഞ്ചിനീയറെ നീക്കം ചെയ്യാനുള്ള അധികാരം അത് ഈ കരാർ കമ്പനിക്കാണോ എന്ന കാര്യത്തിൽ താങ്കൾ ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിലൊരു ക്ലോസ് വായിക്കുകയാണ്. ഇനി അതിനകത്ത് മറ്റെന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. വിച്ച് മീൻസ് ദാറ്റ് ഈസ് സബ്ജക്ട് ടു കറക്ഷൻ. ടെർമിനേഷൻ ഓഫ് ദ അതോറിറ്റീസ് എഞ്ചിനീയർ എന്ന ക്ലോസിൽ 18.7, if the contractor has reasons to believe that the authority's engineer is not discharging its duties and functions in accordance with the provisions of this agreement, it may make a written representation to the authority and seek termination of the appointment of the authority's engineer. എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ എഞ്ചിനീയറുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് കരാർ കമ്പനി ചൂണ്ടിക്കാണിച്ചാൽ ആ എഞ്ചിനീയറിനെതിരെ നടപടിയെടുക്കാൻ ഈ അതോറിറ്റിയോട് ആവശ്യപ്പെടാം. അതിനനുസരിച്ച് ഒരു ട്രൈപാർട്ടി ഒരു സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിക്കുകയും അത് നടന്നില്ലെങ്കിൽ അയാളെ നീക്കം ചെയ്ത് പകരം മറ്റൊരു എഞ്ചിനീയറെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാം. വിച്ച് മീൻസ് ദ പവർ റെസ്റ്റ് ഓൺ ദ കമ്പനി എന്നതാണ്. അതാണ് ആ ക്ലോസിനെയാണ് ചിലർ ചോദ്യം ചെയ്തത്. ആ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഷുവർ, പ്ലീസ്. ഗോപീഷ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാനിപ്പോൾ അങ്ങ് വായിച്ചപ്പോഴാണ് ആ ക്ലോസ് ഞാൻ കാണുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നതും. ഞാൻ വായിച്ചപ്പോൾ മിസ് ചെയ്തായിരിക്കാം, എൻ്റെ ക്ഷമ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്തരം എഞ്ചിനീയർമാരിൽ അഴിമതി ഉണ്ട് എന്ന് ഗോപികൃഷ്ണൻ സമ്മതിക്കുകയാണ്. ഇത്തരം അഴിമതികളെ നിയന്ത്രിക്കാൻ കുറഞ്ഞപക്ഷം, അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല, പക്ഷേ ഇത്തരം എഞ്ചിനീയർമാരിൽ അപാകതകൾ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനേ അവകാശമുള്ളൂ. അതിൻ്റെ നടപടി എടുക്കേണ്ടത് ശരിയാണെങ്കിൽ അത് മറ്റുള്ള കോൺട്രാക്ടർമാർക്കും നിയമപരമല്ലെങ്കിൽ പോലും സാധിക്കും. ഇത്തരം എഞ്ചിനീയർമാർ ഇതിനെ അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ വ്യവസ്ഥയിൽ പറയാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കോൺട്രാക്ടർമാർ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അവരെ സ്ഥലം മാറ്റാറുമുണ്ട്. ഇത് ഒരു എഗ്രിമെന്റിൽ, ട്രൈപാർട്ടി എഗ്രിമെന്റിൽ തന്നെ വന്നിരിക്കുന്നു. കാരണം ഇതിന്റെ കോൺട്രാക്ടർമാരുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാത്ത ഒരു എഞ്ചിനീയറെ അവർക്ക് നീക്കം ചെയ്യാം എന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ റിവേഴ്സ് സൈഡാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഇപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ. എല്ലാ കോൺട്രാക്ടർമാരും കള്ളന്മാരാണ്. നമ്മൾ അതിന്റെ ഒരു ഡേഞ്ചർ സോൺ ആണല്ലോ നോക്കുക. കള്ളന്മാരാണ്. അവർ വൾണറബിൾ ആകുന്ന ഒരു സൈഡാണല്ലോ ഒരു കോൺട്രാക്റ്റിൽ നോക്കുക. അതായത് ഡേഞ്ചർ സോൺ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു അതോറിറ്റി അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നോക്കൂ, 99% ലെറ്റ് മീ ജസ്റ്റ് കംപ്ലീറ്റ്.
അത് ശരിയാണ്, ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പക്ഷേ ദേശീയപാത 99.9% ഇപ്പോൾ ഞാൻ കേരളത്തിലെ ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ ട്രക്ക് ഡ്രൈവേഴ്സ് യാത്ര ചെയ്തേക്കാൾ കൂടുതൽ യാത്ര ചെയ്ത ആളാണ് ഞാൻ. ഡൽഹി കൊച്ചിൻ കാർ ഓടിച്ചു വന്നിട്ടുണ്ട് പല കുറി. അപ്പോൾ ഈ അതേപോലെ ത്രിപുര കൽക്കട്ട ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നാഷണൽ ഹൈവേയിൽ ഞാനൊരു അപകടയും കണ്ടിട്ടില്ല. പൊതുവേ ഒരു വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ടെറൈൻ മാറിയാൽ പോലും ഹിമാലയത്തിലേക്കൊക്കെ യാത്ര ചെയ്താൽ പോലും ദ ഹൈവേസ് ആസ് കമ്പാരിറ്റീവ്ലി വെരി വെരി സേഫ് ആൻഡ് വളരെ കൺസ്ട്രക്ട് ചെയ്തത് വളരെ നല്ല ക്വാളിറ്റിയാണെന്ന് ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടക്കം എല്ലാം പറഞ്ഞിട്ട കാര്യമാണ്. അതുകൊണ്ട് മുഴുവൻ കോൺട്രാക്ട് കമ്പനിയും തെറ്റാണെന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതാണ്. എഞ്ചിനീയറെ മാറ്റാം. അത്തരം എഞ്ചിനീയർമാർക്ക് കുഴപ്പമില്ലാത്ത എഞ്ചിനീയർമാരും ആയിരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാറ്റാനുള്ള അവകാശം. ഞാൻ ഒരിക്കലും മുഴുവൻ കരാർ കമ്പനിക്കാർ കുഴപ്പക്കാരാണെന്നോ ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ച ദേശീയപാതകളൊക്കെ വലിയ കുഴപ്പം പിടിച്ചതാണെന്നോ എന്നൊന്നുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ ആ തരത്തിലുള്ള ഒരു കൺക്ലൂഷനോ എനിക്കില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ എന്താണ് എന്നത് നമ്മൾ, കാരണം നമ്മുടെ എല്ലാം സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിലാണ് ഞാൻ ആ വിഷയത്തെ സമീപിക്കുന്നതും അതിനെ അവതരിപ്പിക്കുന്നത്. ശരി, ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു ശ്രീ PR ശിവശങ്കർ. ഞാൻ തിരികെ എത്താൻ 2 അതിഥികൾ കൂടി, അവരിലേക്ക് ഞാൻ പോയിട്ടില്ല. വളരെ പെട്ടെന്ന് ഞാൻ തിരികെ എത്തും ഈ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ഈവനിംഗ് വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോഴും ഈ ആളുകൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക എന്തുകൊണ്ടാണ് ഈ ദേശീയപാത നിർമ്മാണത്തിൽ അതിൻ്റെ സുരക്ഷാ ഭാഗമായിട്ട് പാലിക്കേണ്ട ചില അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കപ്പെട്ടത് എന്നതാണ്. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ചിട്ടുള്ള പാത നിർമ്മാണം എന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി പാലിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുണ്ടായില്ല. എന്തുകൊണ്ടാണ് എന്നതാണ് ജനങ്ങളുടെ സംശയം. ഇന്നിപ്പോൾ ഈ നിതിൻ ഗഡ്കരിയുമായി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച, മുഖ്യമന്ത്രി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച, എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? കേരളം എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയിലെ ഉപരിതല ഗതാഗതം കൈകാര്യം ചെയ്ത മിനിസ്റ്റർ നിതിൻ ഗഡ്കരി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഭാഗ്യവശാൽ നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ആളാണ്. എനിക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിനൊരു അല്പം സമയം ലഭിക്കണം. ഒന്ന്, കേരളത്തിന്റെ ടെറൈൻ അനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ അല്ലായിരുന്നു ഈ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി നടത്തിയെന്നുള്ളത് പച്ച വെളിച്ചം പോലെ വസ്തുതയാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് പറയാം. ഇവരൊരു ജർമ്മൻ ടെക്നോളജിയിൽ നമ്മുടെ എടരിക്കോടിന് സമീപമുള്ള ഇപ്പൊ വിവാദമായിട്ടുള്ള ആ ഇടിഞ്ഞു താഴ്ന്ന സ്ഥലത്ത് അതിന്റെ സൈഡിലെ ഫിറ്റുകൾ കിട്ടിയത് ജർമ്മൻ ടെക്നോളജിയാണെന്ന് പറഞ്ഞത്. ഇന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതും തകർന്ന് പൊളിഞ്ഞ് താഴോട്ട് പോകണമെന്നിരിക്കും. അപ്പൊ അതിനകത്ത് എന്തൊക്കെയോ വീഴ്ചകൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, നിസ്സംശയം പറയാം. പക്ഷെ സംരക്ഷണ ഭിത്തിയല്ലേ പറഞ്ഞത്? സംരക്ഷണ ഭിത്തി അല്ലേ? സംരക്ഷണം ഞാനൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇന്നത്തെ വാർത്ത നിങ്ങളുടെ 24 തന്നെയാണ് അത് വാർത്ത കൊടുക്കുന്നതാണ് എന്റെ ഓർമ്മ. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ അവരുടെ നമ്മളുടെ ടെറൈൻ അനുസരിച്ച് ഒരു കൺസ്ട്രക്ഷനിന്റെ ടെക്നോളജി അവര് ലൂസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നേരത്തെ ഇവിടെ ഗോപികൃഷ്ണൻ ബഹുമാനപ്പെട്ട ശിവശങ്കരോട് ചോദിച്ചാൽ ആ എഞ്ചിനീയറെ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നം കൊണ്ട് അയാളെ നീക്കിയിരിക്കുന്നു. അത് വസ്തുതയാ. ഈ കമ്പനിയെ കരിമ്പട്ടിയിലും ആക്കിയിരിക്കുന്നു, അവരെ ബാൻ ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരള സർക്കാരിനകത്ത് ഒരു സംസ്ഥാന സർക്കാരിനകത്ത് യാതൊരു റോളും ഇല്ല. കേരള സർക്കാർ പിന്നെ ചെയ്തത് UDF സർക്കാർ നിർത്തിക്കളഞ്ഞ ആ പദ്ധതി റീ ഓപ്പൺ ചെയ്ത് ഇതേ നിതിൻ ഗഡ്കരിയോട് ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ച ചെയ്ത് 882 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നൽകിയ ഒരു ബൃഹത് പദ്ധതിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി അങ്ങനെ അന്ധമായിട്ടൊന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെ അടൽ സേതു 17 കിലോമീറ്റർ നീളമാണ്. അതിൽ 12 കിലോമീറ്ററും പിന്നെ ഇതാണ് കടൽപ്പാലമാണ്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ അപ്രോച്ച് റോഡുകൾ. ആദ്യത്തെ മഴ പെയ്ത് 6 മാസം കഴിഞ്ഞാൽ ആ ആദ്യത്തെ മഴ തന്നെ 1/2 കിലോമീറ്ററിൽ പിന്നെ വിള്ളലുണ്ടാവുകയും അതിൽ പിന്നെ ഏതാണ്ട് ഒരു 19 മീറ്ററോളം ഇടിഞ്ഞു വീഴുകയും ചെയ്തു. അത് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന് കാഴ്ചവെച്ച ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നത്. അതിന്റെ ഉദ്ഘാടനം അദ്ദേഹം ചെയ്തു. CNN വരെ റിപ്പോർട്ട് ചെയ്ത അന്ന് വിദഗ്ധ എഞ്ചിനീയേഴ്സ്, വിദേശത്ത് വന്ന എഞ്ചിനീയേഴ്സ് പറഞ്ഞത് എന്താ വെച്ചാല് ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ ഇതിൽ കാരണമാകാന്നുള്ള. പക്ഷെ അത് കൺസ്ട്രക്ഷൻ അപാകതയാണ്, വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി അതിന്റെ പേരിൽ. എനിക്കുണ്ടായ വേറൊരു അനുഭവം പറയാം. ഞാൻ ഈ ശിവശങ്കർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ്. ഞാനൊരു 3 വർഷം മുമ്പ് ഞങ്ങള് മീററ്റ് വഴി ഭീംതാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. കാശ്മീർ നമ്മുടെ ഹിമാചലിന്റെ മുകളിൽ ഭീമന്റെ കുളമെന്നറിയാം. ഭീംതാളിൽ പോയി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ എല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ ആ മലയുടെ മുകളിൽ കൂടെ തന്നെ നൈനിറ്റാളിൽ പോയി തിരിച്ച് ഒരു 1 വീക്ക് എടുത്ത യാത്രയാണ്. ഞങ്ങൾ തിരിച്ച് മീററ്റ് വന്നപ്പോൾ അതിന് 4 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി പണിത റോഡാണ്. ആ റോഡ് കണ്ടാൽ നമുക്കറിയാം 1 വർഷത്തിനുള്ളിൽ നിൽക്കുന്നത്. പക്ഷേ ഈ 4 വർഷമായിട്ട് ഒരു ചെറിയ പ്രശ്നം പോലും ആ റോഡിന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ ഈ സമീപകാലത്ത് ഒരു യാത്ര ചെയ്തു.
അതായത് നമ്മുടെ പിന്നെ ആഗ്ര എക്സ്പ്രസ് ഹൈവേ നമ്മൾ വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ആ ആഗ്ര എക്സ്പ്രസ് ഹൈവേ ആ ലക്നൗ വരെ അത് പുതിയതായിട്ട് എക്സ്പ്രസ് ഹൈവേ ആയിട്ട് പിന്നെ അത് റീഫോം ചെയ്തു. ഞാൻ അതിലെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പെയ്ത പേമാരിക്ക് ശേഷം അതിലെ യാത്ര ചെയ്തിട്ട് ആ റോഡിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് നമ്മുടെ കേരളത്തിന്റെ ടെറൈൻ അല്ല, അത് വളരെ സമതലത്തിലുള്ള. പക്ഷെ ഈ കോൺട്രാക്ടേഴ്സ് ആണ് കൊള്ളയടിക്കുന്നത്. നമ്മൾ അതിനെ പിന്നെ അന്ധമായിട്ട് പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കുറ്റപ്പെടുത്തുന്നവരോട് പല സ്ഥലങ്ങളിലെ ഇവരുടെ കൺസ്ട്രക്ഷൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് അല്ല എനിക്ക് ശ്രീ റെജി ഒരു ലൂക്കോസ്, തരത്തിലും എനിക്ക് തോന്നുന്നു ഈ പരാതിയില്ല. ചർച്ചയിൽ ആകെ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടെന്ന്. NHAയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഈ ചർച്ച. യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ കോൺട്രാക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് കള്ളക്കളി ഉണ്ടാവുകയും അവരുടെ അധികാരം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നിടത്ത് പിഴവുകൾ ഉണ്ടോ എന്നതുകൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സൂപ്പർവൈസറി എഞ്ചിനീയറെ വെക്കുമ്പോൾ ആ എഞ്ചിനീയർ ഈ കോൺട്രാക്ടറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്നിട്ടില്ല എങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാനുള്ള അധികാരം കോൺട്രാക്ടർക്ക് നൽകുന്ന വ്യവസ്ഥ ഈ കരാറിലുണ്ട് എന്നതൊരു കുഴപ്പമല്ലേ ശ്രീ റെജി ലൂക്കോസ്? അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ NHAയെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ ഈ ചർച്ച നടത്തിയത്. അല്ല, ഞാൻ പറഞ്ഞത് NHAയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. തീർച്ചയായിട്ടും ഗോപികൃഷ്ണന്റെ ആ പിന്നെ ആരോപണം വസ്തുതാപരമാണ്. ഞാനത് വായിച്ചയക്കുന്നുണ്ട്. അത് തെറ്റാണ്. അതായത് കോൺട്രാക്ടർ പറയുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടുനിന്നില്ലെങ്കിൽ അയാളെ മാറ്റാന്നുള്ള എന്തൊരു നിയമം എനിക്കറിയത്തില്ല. അതൊരു വളരെ ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അയാളെ മാറ്റിയെന്നാണ് ഇപ്പൊ ഞാൻ അറിയുന്നത്. അത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് മാറ്റി ഈ കമ്പനിയെ ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത് പഴയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പാതയുടെ ഓപ്പണിംഗ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഈ തിരക്കിനിടയിൽ ഡൽഹിയിൽ പോയി ഇതിന്റെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം കൊടുത്ത രണ്ട് കാര്യങ്ങൾ. പൊതുവെ അദ്ദേഹം വിശ്വസ്തനായ ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ ഡിസംബറിന് മുമ്പിൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്യും, ഡിസംബറിന് മുമ്പിൽ ഈ പാത ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കുക. കാരണം കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇന്ത്യയുടെ ഉപരിതല ഗതാഗത മന്ത്രിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്ത്യയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തിയിരിക്കുന്നത്. പിന്നെ BOT നേരത്തെ ഇവിടെ ഉപേന്ദ്രനാഥ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. മണ്ണുത്തി പിന്നെ എടപ്പള്ളി പാതയിൽ 660 കോടി രൂപയുടെയാണ് കോൺട്രാക്ടർ. 1480 കോടി രൂപ മിനിഞ്ഞാന്ന് വരെ പിരിച്ചെടുത്തിട്ടും പാത പൂർത്തീകരിച്ചില്ലെന്ന് തന്നെയല്ല, ഡെയിലി അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കൊള്ള എന്ന് പറഞ്ഞാൽ കൊടും കൊള്ള. നമുക്ക് ആ പലിയക്കര പിന്നെ ടോളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഗോപികൃഷ്ണൻ നമ്മൾ ശപിച്ചു പോകും. കാരണം കിലോമീറ്റർ കണക്കിന് നീളത്തിൽ ക്യൂ എടുക്കുക. ഒന്ന്. രണ്ടാമത്, ജില്ലാ കളക്ടർ അതോറിറ്റിയാണ്. ജില്ലാ കളക്ടർ ഇതിന്റെ അപാകത മാറ്റാൻ 3-4 ദിവസത്തേക്ക് ഇത് അടച്ചിടാൻ പറഞ്ഞിട്ട് പോലും അവർ ധിക്കരിച്ചു. പ്രാദേശികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പുല്ല് വില കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 24 മണിക്കൂർ മാത്രമാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിന്നത് അവിടെ. അപ്പോഴേക്ക് അതിന് വലിയ സ്വാധീനം അദ്ദേഹത്തിന് മുകളിൽ വന്ന് വീണുകയാണ്. 24 മണിക്കൂർ കൊണ്ട് അത് റിവോക്ക് ചെയ്യേണ്ടി വന്നു. താങ്കൾ പറഞ്ഞത് ഈ മണ്ണുത്തിയിൽ തീർച്ചയായിട്ടും അത് നമ്മളെല്ലാം ശ്രദ്ധിച്ചൊരു വിഷയമാണ്. തന്നെയുമല്ല, സംസ്ഥാന സർക്കാരിന്റെയോ പിന്നെ ജില്ലാ അതോറിറ്റിയുടെ പോലും വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇത് എന്തൊരു കഷ്ടമായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ അമേരിക്കയിലാണെങ്കിലൊക്കെ 50-60 വർഷമായിട്ട് ട്രോൾ പിരിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന എന്താ അറിയോ? അവർ ചെയ്യുന്ന ആ ട്രോൾ പിരിക്കുന്ന അവരുടെ അതാത് കൗണ്ടികളാ. ആ കൗണ്ടികൾ പിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം അവരുടെ ഉത്തരവാദിത്തം. പിരിച്ചു കഴിഞ്ഞാൽ ആ എക്സസ് വരുന്ന എമൗണ്ട് വീണ്ടും ഡെവലപ്മെന്റ്സിന് ഉപയോഗിക്കുക. എന്തുകൊണ്ട് നമ്മുടെ നാട് അതിന് തയ്യാറാകുന്നില്ല? ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റികളുടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അതിലേക്ക് നീങ്ങണം ഗ്രാജുവലി ആയിട്ട്. ഇല്ലെങ്കിലുള്ള കുഴപ്പം ഇതൊരു ഹെഡേക്ക് ആയിട്ട് മാറും. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ 6.5 മണിക്കൂർ പോയിട്ട് 16 മണിക്കൂർ വന്നാൽ ഈ ടോളെല്ലാം താണ്ടി കാസർഗോഡ് ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ യാത്ര ചെയ്ത റോഡുണ്ട്, അതായത് മാഹി ബൈപ്പാസ്. അത് കാണേണ്ടതിന് ആ സ്ഥലം എടുത്ത് കൊടുത്ത് കേരള സർക്കാർ ആ റോഡെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും. അവിടെ കേരള സർക്കാരിന്റെ ഉദ്യമത്തെയും പ്രയത്നത്തെയും ആര് ചെറുതായിട്ട് കാണണ്ട. ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഒന്നിന് വിവരക്കേടാണ്, അല്ലെ വെറുതെ ഞാൻ വരാം. ശ്രീ ഡിജോ കാപ്പൻ, പൊതുജനങ്ങൾക്കുള്ള ആശങ്ക അതിന്റെ അടിസ്ഥാനമുണ്ടോ? അതായത് ദേശീയപാത നിർമ്മാണം കേരളത്തിൽ നടക്കുന്നത് ശാസ്ത്രീയമായാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനുണ്ടോ? മറുപടി പറയുന്നതിന് മുമ്പേ ഈ ദേശീയപാത 66-ലെ ഇപ്പോൾ ഉണ്ടായ ദുരന്തം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യം പറയുകയും ഭരണത്തിൽ വരുമ്പം അതിന്റെ ഒരു എതിർത്തിട്ട് അതിന്റെ ഒരു പ്രതിർത്ഥം ഏറ്റെടുക്കുകയും ചെയ്യുക. 2003 AK ആന്റണി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു എക്സ്പ്രസ് ഹൈവേ ഇവിടെ അനൗൺസ് ചെയ്തു. 100 മീറ്റർ വീതിയിലായിരുന്ന എക്സ്പ്രസ് ഹൈവേ. ആകെ 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുന്നതായിരുന്നെന്ന് പറഞ്ഞിരുന്നത്. അന്ന് ഇതിനെ എതിർത്ത രാഷ്ട്രീയ കക്ഷികളെല്ലാം പറഞ്ഞത് കേരളം 2 ആയിട്ട് മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഇപ്പം അതേ നീളത്തിൽ
ദേശീയപാത വന്നപ്പോൾ കേരളം മുറിഞ്ഞു എന്ന് മാത്രമല്ല പണിത റോഡും നെടുകെ പിളർന്നുപോയി. അപ്പം അതേസമയം 2003 അന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അതിന് നിന്നുകൊടുത്ത അല്ലെങ്കിൽ സമ്മതിച്ചായിരുന്നെങ്കിൽ അന്ന് അതിന്റെ മൊത്തം ചെലവെന്ന് പറയുന്ന 6400 കോടി രൂപയുണ്ടായിരുന്നുള്ളൂ. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 1758 കോടി രൂപ. നമ്മൾ 4-1 45 മീറ്റർ വീതിയിൽ NH-67 കേരളം ഭൂമി ഏറ്റെടുത്ത കൊടുത്ത വകയിൽ 2024 ഡിസംബർ വരെ 5580 കോടി രൂപ ചെലവാക്കി. അപ്പൊ ഏതാണ്ട് 100 മീറ്ററിന്റെ മൊത്തം കോസ്റ്റിന് വരുന്ന പണം തന്നെ 45 മീറ്ററിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ. ബാക്കി കാര്യം പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ. പിന്നെ ഗോപികൃഷ്ണൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിന്റെ പിതൃത്വം ആരൊക്കാണെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ പിതൃത്വം കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ്. അതിന്റെ കാരണം NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് NDA ഗവൺമെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടോൾ പിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഏറ്റെടുത്തു. ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന ഇപ്പൊ എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പോലും പറഞ്ഞത് അമേരിക്കയിൽ 50 കൊല്ലം ടോൾ പിരിക്കുന്നുണ്ട്, ഈ 50 കൊല്ലം ഇവിടെ എന്താ ടോൾ പിരിച്ചാലെന്നാ. നമ്മൾ നേരത്തെ എതിർത്തത് എന്തിനായിരുന്നു? കേരളം എതിർത്തത് ഈ തുടക്കത്തിൽ 45 മീറ്റർ പാടില്ലെന്നും അതിനുശേഷം ടോൾ പിരിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് മൻമോഹൻ സിംഗിനെ പോയി കണ്ടതാ ഇവിടുത്തെ ഇടത് വലത് നേതാക്കന്മാരെല്ലാം കൂടി. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മാറ്റം വരുന്നത് സ്വാഗതാർഹം തന്നെയാണ്. അപ്പം പിന്നെ എന്റെ പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാല് BJP ഗവൺമെന്റ് ഈ ടോൾ പിരിവിനോട് താങ്കൾ പറഞ്ഞതുപോലെ ഈ താത്വികമായി ആ ചുങ്കം പിരിവിനോടുള്ള എതിർപ്പ് താങ്കൾ പറഞ്ഞതുപോലെ രേഖപ്പെടുത്തിയതാണ്. പക്ഷെ ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് 50 വർഷമായി അമേരിക്കയിൽ ടോൾ പിരിക്കുമ്പോൾ ആ ടോൾ പിരിക്കേണ്ട തുക, അതായത് പിരിഞ്ഞു കിട്ടേണ്ട തുക കഴിഞ്ഞ് ബാക്കി പിരിക്കുന്ന തുകയൊക്കെ പിന്നീട് അങ്ങോട്ട് വികസന പരിപാടികൾക്ക്, നിരത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് വികസന പരിപാടികൾക്ക് വേണ്ടി അവർ ചിലവഴിക്കാൻ മാറ്റിവെക്കുകയാണ്. ആ സർപ്ലസ് എമൗണ്ട് എന്നതാണ്. അല്ലാതെ ആർത്തിയുടെ പിന്നെ വയറിലേക്ക് ഇങ്ങനെ പോവുകയല്ല എന്നതായിരുന്നു അദ്ദേഹം ആ കാര്യത്തിൽ പറഞ്ഞത്. മറ്റേ താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇവരോട് വിയോജിപ്പ് തുടക്കത്തിലുണ്ടായിരുന്ന കാര്യം എനിക്ക് മനസ്സിലായി, രാഷ്ട്രീയമായ വിയോജിപ്പ്, അത് ഞാൻ മനസ്സിലാക്കി. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പൊ ആര് മാറ്റം വന്നാലും ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ എതിർത്തിട്ട് ഇന്ന് അങ്ങനെയുള്ള പാർട്ടി ഓഫീസുകൾ കമ്പ്യൂട്ടറിൽ കയറിച്ചാൽ ഞാൻ സ്വാഗതം ചെയ്യുക. നേവിയുടെ അവിടെ കൊച്ചിയിലൊരു എയർപോർട്ട് ഉള്ളപ്പോൾ എന്തിനാണ് നെടുമ്പാശ്ശേരിയിലുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് എൻ്റെ നെഞ്ചത്തൂടെ അതിന്റെ റൺവേ പണിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ടർ ബോഡി വന്നത് ഞാൻ സ്വാഗതം ചെയ്യുക. അതിന്റെ സെക്കൻഡ് ഫേസും ഇപ്പൊ പണിതു. അപ്പൊ ഇത് നമ്മുടെ രാജാക്കന്മാർ പണിത റോഡുകളും പാലങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവരൊരു 100 കൊല്ലം മുന്നേ കണ്ടുകൊണ്ടാണ് പണിതത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ നാഷണൽ ഹൈവേയുടെ ഏറ്റവും ഒന്നാമത്തെ അപാകത ഇത് 45 മീറ്റർ വീതി പണിതു എന്നുള്ള. അതിന്റെ കാരണം ഇപ്പോൾ ഉള്ള ഭൂമിക്കല്ലേ കോൺട്രാക്ടർക്ക് പണിയാൻ പറ്റുള്ളൂ. 45 വീതിയിൽ റോഡ് എടുത്തപ്പോഴത്തേന് എന്താ വലിയ മലകൾ 50-60 അടി പൊക്കമുള്ള മല വെട്ടിയപ്പോൾ എടുത്തപ്പം കൃത്യം വെർട്ടിക്കലായിട്ട് എടുത്തു. അത് ഇന്ന് മഴ പെയ്ത് മണ്ണിടിച്ച് ഞങ്ങളുടെയൊക്കെ കർഷകരുടെയൊക്കെ നെൽപ്പാടത്തിലോട്ട് ഒഴുകിയെത്തുന്നു, വീടുകളിലോട്ട് ഒഴുകിയെത്തുന്നു. അതേസമയം 100 മീറ്റർ ആയിരുന്ന പല തട്ടായിട്ട് അത് കട്ട് ചെയ്ത് ഓടയും കൂടെ പ്രോപ്പറായിട്ട് വെട്ടി ഈ കുഴപ്പമുണ്ടാക്കിയാലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തെ റോഡ് കൺസ്ട്രക്ഷൻ എടുത്ത കോൺട്രാക്ടർ, അതിന്റെ കൺസൾട്ടന്റ്, അതിന്റെ സൂപ്പർവൈസേഴ്സ്, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യവിലോപം. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ഇത് ഇവിടുത്തെ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ചിട്ടല്ല ഇതിന്റെ ഡിസൈൻ. അത് ബാംഗ്ലൂരുകാരനെയും ഹൈദരാബാദുകാരനെയും ഏൽപ്പിച്ചാൽ അവർ വടക്കേ ഇന്ത്യയിലെ മണ്ണിന്റെ സ്വഭാവത്തിൽ ചെയ്യും. അതുപോലെ തന്നെ പണി തുടങ്ങിയ കാലത്ത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാര്, വിവരാവകാശ പ്രവർത്തകര്, MLA-മാരൊക്കെ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ ചെളിക്കകത്തോട്ട് കൊണ്ടുവന്ന് മല കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഇത് ഇരുന്നു പോകുമെന്ന്. ഞാൻ അതിൻ്റെ ഒറ്റ ഉദാഹരണം പറഞ്ഞു തരാം. പത്തനംതിട്ട ജില്ലയിലെ കടമാങ്കുളം ഞാലിക്കണ്ടം റോഡ് 1999 അതിൻ്റെ ഒരു 100 മീറ്റർ 2 വശവും വയല, ആ വലിയ കരിങ്കല്ല് കൊണ്ട് 2 വശവും നന്നായിട്ട് ചുറ്റുമതിൽ കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്തു. റോഡ് ടാറിങ്ങിനായ ഏതാണ്ട് സമയമായപ്പോഴത്തേനും ഒരു ദിവസം ഈ റോഡ് പൊട്ടി നിൽക്കുന്നു. അപ്പോൾ എഞ്ചിനീയർ വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ എഞ്ചിനീയർ അത് കഴിഞ്ഞ് രാത്രി 11 മണിക്ക് കോൺട്രാക്ടറെ വിളിക്കുന്നു, നമുക്ക് ആ സൈറ്റ് വരെ ഒന്ന് പോകണം. അപ്പോൾ എന്താ രാത്രി അല്ല പകൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്തവർ വന്ന് വരെ അഭിപ്രായം പറയും, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം, ആളുകൾക്ക് തടസ്സമുണ്ടാകരുത്. അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹം AE ആയിരുന്നപ്പം കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന അവിടെ ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് ഇതുപോലെ വയലിൽ കൂടെ പണിത. അന്ന് അവിടെ ഇതുപോലെ റോഡ് ഇരുന്ന് പോയി കഴിഞ്ഞപ്പോൾ ചെയ്തത് ഈ 2 വശേ മണ്ണങ്ങോട്ട് തള്ളി വന്നു, കരിങ്കൽ കെട്ടിന്റെ. ആ മണ്ണിന്റെ മുകളിലേക്ക് പുറത്തുനിന്ന് വേറെ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് ലോഡ് ബാലൻസ് ചെയ്തിട്ട് വീണ്ടും മണ്ണിട്ടിട്ട് കടമാങ്കുളം ഞാലിയാക്കണ്ടം റോഡ് ഇന്നും
സുഗമമായി യാത്രയ്ക്ക് നടക്കുന്നുണ്ട്. എന്നാൽ കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം ജില്ലയിൽ തന്നെ മറ്റൊരു റോഡിൻ്റെ കാര്യം ഞാൻ പറയാം. കുമരകത്ത് നിന്ന് ചീപ്പുങ്കൽ കല്ലുത്തുങ്കര റോഡ് 6 വർഷമായിട്ട് പണിയാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കോൺട്രാക്ടർ പണി തുടങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു എഞ്ചിനീയർ പറഞ്ഞു ഇത് സോയിൽ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അല്പം കൂടെ ഗ്രേഡ് കൂടിയ എഞ്ചിനീയർ പറഞ്ഞു സോയിൽ ടെസ്റ്റ് വേണ്ട, ഈ തൊട്ടപ്പുറത്തെ റോഡിൽ സോയിൽ ടെസ്റ്റ് ഇല്ല പണിതാന്ന് പറഞ്ഞു. അവസാനം ഹൈക്കോടതി കിടക്കുക. അപ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ PWDയുടെ വക്കീലിനോട് ചോദിച്ചു ഇത് സോയിൽ ടെസ്റ്റ് നടത്താതെ പണിത് കഴിഞ്ഞാൽ ഈ റോഡ് സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് അഫിഡവിറ്റ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്താ 6 വർഷമായിട്ട് ആ റോഡിൽ കൂടെ യാത്ര ചെയ്യേണ്ട ആളുകൾ ദുരിതം അനുഭവിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പാലാരിവട്ടം, ഞാൻ ഒരു ആളുടെയും വക്താവായിട്ടല്ല, ജനങ്ങളുടെ നികുതിപ്പണം പോകുന്നതിൻ്റെ വിഷമം കൊണ്ട് പറയാം. പാലാരിവട്ടം പാലം അത് അതിന് ക്രാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു. ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഉടനെ പൊളിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രാക്ക് ഉണ്ടാക്കിയാൽ സാധാരണ ചെയ്യുന്നത് ലോഡ് ടെസ്റ്റ് നടത്തുക. ലോഡ് ടെസ്റ്റ് ഒന്നും നടത്തിയില്ല. അപ്പം ഗവൺമെൻറ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് എടുത്തു. ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ട് ആ പാലം അങ്ങ് പൊളിച്ചിട്ട് വേറെ പാലം പണിയാനായിട്ട് തീരുമാനിച്ചു. കോൺട്രാക്ടർ സുപ്രീം കോടതി ചെന്നപ്പം സുപ്രീം കോടതി ഒരു ചോദ്യം ഈ കേരള ഗവൺമെന്റിനോട് ചോദിച്ചു, നിങ്ങൾ ഇതിന്റെ ബലക്ഷയം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എന്ത് ടെസ്റ്റാണ് നടത്തിയതെന്ന് പറഞ്ഞു. ടെസ്റ്റൊന്നും നടത്തിയില്ല, പാലത്തിനടിയിൽ പോയി എഞ്ചിനീയർമാർ നോക്കി കണ്ടുപിടിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഓർഡർ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്? RDS എന്ന് പറയുന്ന ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മോചിപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് പുനലൂർ കോന്നി 500 കോടി രൂപയുടെ കോൺട്രാക്ട് ആ കമ്പനിക്ക് കൊടുത്തിരിക്കുക. അപ്പം ഇതിന്റെ നഷ്ടം വന്നതാരാ? പാലാരിവട്ടം പാലം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് രണ്ടാമത് പണിതവർക്കാ. അതേസമയം ലോഡ് ടെസ്റ്റ് നടത്തിയിട്ട് കുഴപ്പമുണ്ടായിരുന്നത് പണിയണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ റോഡിന്റെ നാഷണൽ ഹൈവേയുടെ ഈ തകർച്ച ഭരണകക്ഷിയാണേലും പ്രതിപക്ഷമാണെങ്കിലും അത് രാഷ്ട്രീയ ലക്ഷ്യം ഉപയോഗിച്ചാൽ ആത്യന്തിക നഷ്ടം വരുന്നത് ജനങ്ങൾക്കായിരിക്കും. മാത്രമല്ല അപകടകരമായ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുമോ, ഭാവിയിൽ ഈ റോഡിനെ എങ്ങനെ വിശ്വസിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഇടിഞ്ഞു വീണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അടർന്നുകൊണ്ടിരിക്കുന്ന ആ റോഡിൽ അവിടെ ശാസ്ത്രീയമായിട്ടുള്ള മിനുക്കുപണികൾ അതല്ലെങ്കിൽ അതിന്റെ പുനർനിർമ്മാണം വേണം എന്നുള്ള ആവശ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെ നടക്കും എന്നത് നമ്മുടെ മുന്നിലുള്ള നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. എൻ്റെ അതിഥികളിലേക്ക് ഞാൻ തിരികെ എത്താം. ഈ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം ന്യൂസ് ഈവനിംഗ് ഇന്ന് പരിശോധിക്കുന്നത് ദേശീയപാതയുടെ ശാസ്ത്രീയത സംബന്ധിച്ച്, കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിന്റെ ശാസ്ത്രീയത സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റാൻ എന്ത് നടപടികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ്. ഈ പാതയുടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടത്തുന്ന അവകാശ പോരാട്ടങ്ങൾക്ക് അപ്പുറം ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് എന്ത് നടപടിയാണ് സർക്കാരുകൾ സ്വീകരിക്കാൻ പോകുന്നത്, അതെങ്ങനെയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പോകുന്നത് എന്നതിലേക്കൊക്കെയാണ്. ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താം ഇതേ ചർച്ചയിലേക്ക്. വളരെ വേഗം.